ഇടുക്കി കിച്ചണിലോട്ട് വന്നവർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട്. പെരുന്നാളിന് ഉണ്ടാക്കിയ ബിരിയാണിയും ഫ്രൂട്ട് സലാഡും ബീട്രൂട്ട് അച്ചാറുമാണ് ഇന്നത്തെ റെസിപ്പി. ആദ്യം അച്ചാറിൻ്റെ റെസിപ്പി കാണിക്കാവേ. 4 സ്പൂൺ നല്ലെണ്ണയാണ്. അത് ചൂടായാൽ കടുക് ഇട്ട് കൊടുക്കാവേ. 3 അല്ലി വെളുത്തുള്ളിയാണ്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഇഞ്ചി ഒരു കഷ്ണം കുനുകുനാ അരിഞ്ഞിട്ടതാണ്. അത് നല്ലവണ്ണം മൂക്കണേ. ഇനി ഇതിലോട്ട് ഈന്തപ്പഴം ഇട്ട് കൊടുക്കാവേ. കുരു കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞിട്ടതാണ്. അത് നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഈന്തപ്പഴം നല്ലവണ്ണം വഴറ്റി കൊടുക്കണേ. എണ്ണയിൽ നല്ലവണ്ണം മൂത്ത് വരണേ. ഇനി ഇട്ട് കൊടുക്കേണ്ടത് ബീട്രൂട്ടാണ്. ഞാൻ 3 ബീട്രൂട്ട് എടുത്തിട്ടുണ്ട്. ഗ്രേറ്റ് ചെയ്ത് വെച്ചതാണ്. ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്യുന്നില്ലേ, അതിലാണ് ഗ്രേറ്റ് ചെയ്തത്. ഇത് നല്ലവണ്ണം വഴറ്റി കൊടുക്കാവേ. ബിരിയാണിക്ക് നല്ല കോമ്പിനേഷനാണ്, നല്ല സൂപ്പറാണ് ഇത് ബിരിയാണിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇനി ഇതിലോട്ട് മുളക് പൊടി ചേർക്കാവേ. 1 സ്പൂൺ മുളക് പൊടിയാണ്, കൂടുതലൊന്നും ചേർക്കുന്നില്ലേ. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ. നല്ലവണ്ണം ഇളക്കി കൊടുക്കണേ. ഇത് എണ്ണയിൽ തന്നെ നല്ലവണ്ണം മൂപ്പിച്ചെടുക്കണം. ഇനി ശർക്കര ഇട്ട് കൊടുക്കാവേ. 2 കഷ്ണം ശർക്കര പൊടിച്ചതാണ്. കല്ലില്ലാത്ത ശർക്കരയാണ്. നിങ്ങളുടെ കയ്യിൽ കല്ലുള്ളതാണെങ്കിൽ ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മെൽറ്റാക്കിയിട്ട് അരിച്ചു കൊടുത്താൽ മതി കേട്ടോ. ശർക്കരയിൽ തന്നെ വെന്ത് വരും, വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഒരു 1/2 ഗ്ലാസ് വിനാഗിരി ഒഴിച്ചു കൊടുക്കാവേ. പുളി നോക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ആവശ്യമുണ്ടെങ്കിൽ വിനാഗിരി കുറച്ചും കൂടി ഒഴിച്ചു കൊടുക്കാവേ. ലാസ്റ്റ് ഇനി ഇതിലോട്ട് ഇട്ട് കൊടുക്കേണ്ടത് കടുക് 1 സ്പൂൺ, ഉലുവ 1/2 ടീസ്പൂൺ വറുത്ത് പൊടിച്ചതാണ്. കായപ്പൊടി 1/2 ടീസ്പൂണാണ്. നല്ലവണ്ണം ഇളക്കി കൊടുക്കണേ. ഇത്രയുമായാൽ തീ ഓഫ് ചെയ്യാവേ. സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇത് ഉണ്ടാക്കി നോക്കണം. ഈന്തപ്പഴം ഇടാത്ത ബീട്രൂട്ട് അച്ചാർ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കാണണേ. ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാവേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇനി നമുക്ക് അടുത്തത് ഫ്രൂട്ട് സലാഡ് ഉണ്ടാക്കാവേ. ഞാനിവിടെ കസ്റ്റേർഡ് പൗഡർ എടുത്തിട്ടുണ്ട്. സ്ട്രോബെറി കസ്റ്റേർഡ് പൗഡറാണ്. വനില കസ്റ്റേർഡ് പൗഡറും ഉണ്ട്. ഞാൻ സ്ട്രോബെറിയുടേതാണ് എടുത്തത്. 1 ഗ്ലാസ് തണുപ്പില്ലാത്ത പാലാണ്. അതിലോട്ട് സ്ട്രോബെറി 8 സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാൻ 2 ലിറ്റർ പാലാണ് എടുക്കുന്നത്. അതിലോട്ട് 8 സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുക്കാവേ. കട്ട കൂടാതെ ഇളക്കി കൊടുക്കണേ. 1/2 ലിറ്ററിന് 2 സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ 2 ലിറ്റർ എടുത്തത് കൊണ്ടാണ് 8 സ്പൂൺ കസ്റ്റേർഡ് പൗഡർ ഇട്ട് കൊടുത്തത്. ഇതാ 2 ലിറ്റർ പാല് തിളച്ച് കഴിഞ്ഞാൽ ഇതിലോട്ട് നമുക്ക് കസ്റ്റേർഡ് കലക്കിയത് ഒഴിച്ചു കൊടുക്കാവേ. വേഗം ഇളക്കി കൊടുക്കണേ, കട്ട കൂടാതെ ഇരിക്കാൻ വേണ്ടിയാണ്. ഇത് കുറച്ച് കുറുകി വരും, കൈവിടാതെ ഇളക്കി കൊടുക്കണേ. ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാവേ. ആവശ്യത്തിന് നോക്കിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ പഞ്ചസാര. ഞാനിവിടെ 1 കപ്പ് 1.5 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലവണ്ണം ഇളക്കി കൊടുക്കണേ. അടുക്കി പിടിക്കാതെ നോക്കണേ. ഇതാ കുറുകി വരുന്നുണ്ട്. ഇതുപോലെ ആയിരിക്കണം, കുറുകി വരണം. ഈ ലൂസ്ലി വേണം തീ ഓഫ് ചെയ്യാൻ. ഇത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടി നല്ലവണ്ണം കുറുകി വരും. തീ ഓഫ് ചെയ്യാവേ. ഇത് തണുക്കാൻ വെക്കാവേ. ഇതാ ഫ്രൂട്ട്സ് ഞാനിവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പൂവൻപഴവും നേന്ത്രപ്പഴവും കുനുകുനാ അരിഞ്ഞിട്ടതാണ്. ആപ്പിൾ 2 എണ്ണം കുനുകുനാ അരിഞ്ഞിട്ടതാണ്. മാംഗോ 2 എണ്ണം അതും കുനുകുനാ അരിഞ്ഞിട്ടതാണ്. അനാറ് 2 എണ്ണം, ഈന്തപ്പഴം കുനുകുനാ അരിഞ്ഞിട്ടതാണ്. നമുക്കെല്ലാം ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഫ്രൂട്ട്സ് എല്ലാം നമുക്ക് ആവശ്യത്തിന് എത്രയും ഇട്ട് കൊടുക്കാവേ. ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ട്സും ഇട്ട് കൊടുക്കാവേ. പുളിയുള്ളതൊന്നും ഒഴിവാക്കുന്നതാണ് നല്ലത്. നട്ട്സൊക്കെ ഇട്ട് കൊടുക്കാവേ. ഞാൻ ഇതിൽ നട്ട്സൊന്നും ഇട്ട് കൊടുക്കുന്നില്ലേ. നട്ട്സ് ഇട്ട് കൊടുക്കുന്നെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം ഇട്ട് കൊടുത്താൽ മതി. നല്ലവണ്ണം മിക്സ് ചെയ്യണേ. ഇനി ഇത് തണുപ്പിക്കാൻ വെക്കാവേ. സ്ട്രോബെറിയുടെ ഫ്രൂട്ട് സലാഡ് കഴിച്ചില്ലെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. സൂപ്പർ ടേസ്റ്റിയാണ്. ഇനി നമുക്ക് ബിരിയാണിയുടെ റെസിപ്പി നോക്കാവേ. ഇത് 5 കിലോ ചിക്കനാണ്. കഴുകി വൃത്തിയാക്കി വെച്ചതാണ്. അതിലോട്ട് മുളക് പൊടി 2 സ്പൂൺ 3 സ്പൂൺ ഇട്ട് കൊടുക്കാവേ. കുരുമുളക് പൊടി 1 സ്പൂൺ, വെളുത്തുള്ളി 1 സ്പൂൺ, ഇഞ്ചി 1 സ്പൂൺ, പച്ചമുളക് 2 എണ്ണം ചതച്ചതാണ്. ഗരം മസാലപ്പൊടി 1 സ്പൂൺ, മഞ്ഞൾപ്പൊടി 1 സ്പൂൺ, ചിക്കൻ മസാലപ്പൊടി 1 സ്പൂൺ, ചെറുനാരങ്ങ 1 എണ്ണം പിഴിഞ്ഞെടുക്കാവേ.
ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഉപ്പ് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാവേ. കറിവേപ്പിലയും ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് നല്ലവണ്ണം മിക്സ് ചെയ്യണേ. കൈകൊണ്ട് തന്നെ നല്ലവണ്ണം മിക്സ് ചെയ്യാവേ. അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാവേ. എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലോട്ട് ഇത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാവേ. ഞാൻ 2 പാനിലോട്ടായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നാൽ പെട്ടെന്ന് ഫ്രൈ ചെയ്തെടുക്കാവേ. ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ നല്ലവണ്ണം മൊരിച്ചെടുക്കരുത്. പകുതി വേവിൽ വേണം വറുത്ത് കോരാൻ. ദം ചെയ്യുമ്പോൾ വേവാനുള്ളതാണ്. അങ്ങനെയെല്ലാം ഫ്രൈ ചെയ്തെടുക്കാവേ. ഇതുപോലെ ആയിരിക്കണം ഫ്രൈ ചെയ്തെടുക്കാൻ. നല്ലോണം മൊരിയരുത്. ഇനി അടുത്തത് ഒരു ഉരുളി വെച്ച് കൊടുക്കാവേ. അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. കറുവപ്പട്ട, ഗ്രാമ്പു, ഏലക്ക ഇട്ട് കൊടുക്കാവേ. സവോളയാണ്. വലിയ 15 സവോള എടുത്തിട്ടുണ്ട്. നേരിയതായിട്ട് സ്ലൈസായിട്ട് അരിഞ്ഞതാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്ത് വഴറ്റി കൊടുക്കാവേ. ഉപ്പിട്ട് കൊടുത്താൽ നല്ലവണ്ണം വഴന്ന് കിട്ടും. നന്നായിട്ട് നല്ലവണ്ണം വഴന്ന് വരണം. ഇതുപോലെ വഴന്ന് വരണം. ഇനി നമുക്ക് ഇതിലോട്ട് 3 അല്ലി വെളുത്തുള്ളി ചതച്ചതും ഇഞ്ചി 1 കഷ്ണം ചതച്ചതും പച്ചമുളക് 10-15 എണ്ണം അത് ചതച്ചതാണ്. പേസ്റ്റ് ആക്കരുതേ. നമുക്കിതിലോട്ട് ഇത് ഇട്ട് കൊടുക്കാവേ. അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാവേ. മുളക് പൊടിയൊന്നും ഇട്ട് കൊടുക്കുന്നില്ലേ. മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാവേ. നല്ലവണ്ണം പച്ചമണം മാറുന്നത് വരെ വഴറ്റി കൊടുക്കാവേ. ഇനി നമുക്ക് തക്കാളി ഇതിലോട്ട് ഇട്ട് കൊടുക്കാവേ. ഒരു 8 തക്കാളിയാണ്. വലിയ തക്കാളിയാണ്. നല്ലവണ്ണം വഴറ്റി കൊടുക്കണേ. ഒരു 10 മിനിറ്റ് അടച്ചു വെച്ച് വേവിക്കാവേ. അതിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വരും. വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാവേ. ഇനി നമുക്ക് ഇതിലോട്ട് ചിക്കൻ ഫ്രൈ ഇട്ട് കൊടുക്കാവേ. പതിയെ ഇളക്കി കൊടുക്കാവേ. ഇത്രയും മതിയാകും. നമുക്കിനി അടച്ചു വെച്ച് ഒരു 5 മിനിറ്റ് തീ സ്ലോലാക്കി വേവിക്കാവേ. ഇനി നമുക്ക് ഇതിലോട്ട് തൈര് 1 കപ്പ് ഉടച്ചത് നല്ലവണ്ണം ഉടച്ചിട്ട് ഒഴിച്ചു കൊടുക്കണേ. എന്നിട്ട് പതിയെ ഇളക്കി കൊടുക്കാവേ. ഇത്രയും മതിയാകും. ഇനി ലാസ്റ്റ് മല്ലിയില നമുക്ക് ഇട്ട് കൊടുക്കാവേ. മല്ലിയില ഇട്ട് കൊടുത്തിട്ട് തീ ഒന്ന് ഓഫ് ചെയ്യാം. ഇനി അടുത്തത് റൈസ് ഉണ്ടാക്കാവേ. ഞാൻ മുറ്റത്താണ് അടുപ്പ് കൂട്ടിയത്. അതിലോട്ടൊരു പാത്രം വെച്ചിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാവേ. നെയ്യും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അണ്ടിപ്പരിപ്പ് നമുക്ക് വറുത്തെടുക്കാവേ. ഇത് വറുത്ത് കോരാം. ഇനി മുന്തിരി വറുത്ത് കോരാവേ. കരിയാതെ നോക്കണേ. പെട്ടെന്ന് എടുക്കണം. അത് പൊങ്ങി വരും. അപ്പോഴേക്ക് നമുക്ക് എടുക്കാവേ. ഇനി സവോള നേരെ സ്ലൈസായിട്ട് അരിഞ്ഞതാണ്. 4 എണ്ണമുണ്ട്. നമുക്കിത് ബ്രൗൺ നിറം ആകുന്നത് വരെ വഴറ്റണേ. തീ ചെറുതായിട്ട് കത്തിച്ചാൽ മതിയേ. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പുകയോട് പുകയാണ്. എൻ്റെ കണ്ണുമൂക്കെല്ലാം എരിഞ്ഞിട്ട് വയ്യ. ഭയങ്കര പുകയായിരുന്നു. ഈ വിറകിന് എന്നാ പറ്റിയെന്ന് അറിയത്തില്ല. വിറക് നല്ലവണ്ണം കത്തുന്നുണ്ട്. പക്ഷെങ്കിൽ ഭയങ്കര പുകയായിട്ട് കണ്ണുമൂക്കെല്ലാം എരിഞ്ഞിട്ട് വയ്യ. ഇതുപോലെ വഴത്തിയെടുക്കണേ. ബ്രൗൺ നിറം ആയിട്ടുണ്ട്. നമുക്കിത് കോരാവേ. ആ നെയ്യിലോട്ട് തന്നെ നമുക്ക് കറുവപ്പട്ട, ഏലക്ക, ഗ്രാമ്പു, തക്കോലം ഒക്കെ ഇട്ട് കൊടുക്കാവേ. ഇനി നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാവേ. ഇത് കൈമ അരിയാണ്. കഴുകി നല്ല അരിപ്പിലോട്ട് ഇട്ട് വെച്ചതാണ്. വെള്ളമൊന്നും ഉണ്ടാകരുത്. ഇത് 4 കിലോ റൈസ് ഉണ്ട്. നല്ലവണ്ണം ഇളക്കി കൊടുക്കണേ. ഞാൻ അരി വറുത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. വറുക്കാതെയും ഉണ്ടാക്കാം. കിളുകിളാ ശബ്ദം വരുമ്പോൾ നമുക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാവേ. 2 കപ്പ് റൈസ് ആണെങ്കിൽ 4 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാവേ. ചെറുനാരങ്ങ നീരും ഒഴിച്ചു കൊടുക്കണേ.
കട്ട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കുന്നത്. അടച്ചു വെച്ച് നമുക്ക് വേവിക്കാവേ. ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണേ, ഇല്ലെങ്കിൽ സൈഡിലൊന്നും വേവത്തില്ല. അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കുന്നത്. 3/4 വേവ് ആയാൽ മതി, ഇത്രയും മതി. ബാക്കി ദമ്മിടുമ്പോൾ വേവും. ഇത് മാറ്റി വെക്കാവേ. ഒരു പാത്രത്തിലോട്ട് മസാല പകുതി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാവേ. ഞാൻ 2 ലെയറായിട്ടാണ് മസാലയും റൈസും ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെയാണ് ദം ചെയ്യുന്നത്. ഇത് ആദ്യത്തെ ലെയറാണ്. നമുക്ക് മസാലപ്പൊടി ഇട്ട് കൊടുക്കാവേ. അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാവേ. സവോള, ബ്രൗൺ നിറമായ സവോള ഇട്ട് കൊടുക്കാവേ. നെയ്യും ഒഴിച്ചു കൊടുക്കാവേ. മല്ലിയിലയും ഇട്ട് കൊടുക്കാവേ. എന്നിട്ട് അതിൻ്റെ മുകളിലോട്ടായിട്ട് നമുക്ക് മസാല ഇട്ട് കൊടുക്കാവേ. ചിക്കൻ മസാലയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതിനെ ഞങ്ങൾ മസാല എന്നാണ് പറയാറ്. ഇത്രയും മതിയാകും. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലോട്ടായിട്ട് റൈസ് ഇട്ട് കൊടുക്കാവേ. തീ നല്ലവണ്ണം കത്തിക്കരുതേ, കനലിലാണ് വെച്ചത്. അങ്ങനെ എല്ലാ റൈസും ഇട്ട് കൊടുക്കാവേ. ഇനി ഇതിൻ്റെ മുകളിലോട്ടായിട്ട് മസാലപ്പൊടി ഇട്ട് കൊടുക്കാവേ. നേരത്തെ ചെയ്തതുപോലെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാവേ. നെയ്യും കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കണേ. സവാളയും ഇട്ട് കൊടുക്കാവേ. മല്ലിയിലയും ഇട്ട് കൊടുക്കാവേ. അങ്ങനെ എല്ലാം ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ്, നമുക്ക് 20 മിനിറ്റ് കഴിഞ്ഞാൽ മാത്രമേ എടുക്കാവൂ. ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാൻ കനലിട്ട് കൊടുത്തിട്ടുണ്ട്. ദാ 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. നമുക്കിതൊന്ന് നോക്കാവേ. സൂപ്പർ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇന്നലത്തെ പെരുന്നാൾ വിശേഷം ഇത്രയുമാണ്. അടിപൊളിയായിട്ട് പെരുന്നാൾ കഴിഞ്ഞു. ഇനി അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.